Hey my angels, എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ് ആൻഡ് വെൽക്കം ടു യെറ്റ് അനദർ ഡേ ഇൻ മൈ ലൈഫ്. ആൻഡ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ആൻഡ് ഞാനിന്ന് എണീറ്റേക്കുന്നത് 6 മണിക്കാണ്. യൂഷ്വലി ഞാൻ 6 മണിക്കൊന്നും എണീക്കാറില്ല. ഒരു 6:30, 6:20 ഇതാണ്. അത് 6:20 സ്കൂളിൽ ഉള്ള സമയത്താണ് നമ്മൾ 6:20 എണീക്കുന്നത്. ഇതല്ലാത്ത വെക്കേഷൻ ടൈമിൽ 6 മണിയൊക്കെ വളരെ റെയറാണ് കേട്ടോ. സോ ഞാൻ ബ്രഷ് ചെയ്തു, ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു, അതിനുശേഷം എണീറ്റു. അപ്പോൾ ലൈക്ക് പുറത്തേക്ക് വന്നു ബാത്റൂമിൽ നിന്ന്. അപ്പോൾ ഏട്ടനും വാവയും നല്ല ഉറക്കമാണ്, അവർ ഡിസ്റ്റർബ്ഡ് ആയിട്ടില്ല. എനിക്കിഷ്ടമല്ല കേട്ടോ. അതായത് ഞാൻ നേരത്തെ എണീക്കുവാണെങ്കിൽ എൻ്റെ ഒരു പ്രസൻസ് കാരണം വേറൊരാൾ എണീറ്റ് അവരുടെ ഉറക്കം ഡിസ്റ്റർബ് ആക്കണത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ എല്ലാം ഭയങ്കര സൈലൻ്റ് ആയിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ച് നേരം വന്ന് ബാൽക്കണിയിൽ വിദൂരതയിലേക്ക് കണ്ണ് നട്ട് നിന്നതിന് ശേഷം ഞാൻ അകത്തേക്ക് കയറിപ്പോയി. ബിക്കോസ് നമുക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ 6 മണിക്ക് എണീച്ചതിൻ്റെ ചേതോവികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൂംബയ്ക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് സൂംബയ്ക്ക് പോകാറുണ്ട് കേട്ടോ. സ്ഥിരം നമ്മൾ കുറേ മാസങ്ങളായിട്ട് വെയ്റ്റ് ട്രെയിനിങ്ങും ഫുൾ ബോഡി വർക്കൗട്ടും അങ്ങനത്തെ ജിം പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ പുതിയ ജിം ആയതുകൊണ്ട് അവിടെ അവർ സൂംബ യോഗ ക്ലാസ്സസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. യോഗ 6 to 7 ആണ്. അതിന് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് സൂംബ പോകും. ബിക്കോസ് ഞാൻ യൂഷ്വലി വൈകുന്നേരങ്ങളിലുള്ള സൂംബ ക്ലാസ്സിനാണ് പോകുന്നത്, ദാറ്റ് ഈസ് 6 to 7. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ രാവിലത്തേന് പോകുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ പ്രീ വർക്കൗട്ട് റിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രീ വർക്കൗട്ട് റിങ് റാഗിയാണ്. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റാഗി നന്നായിട്ട് ഒന്ന് ഉണ്ടാക്കി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കത് അവിടെ കൊണ്ട് ആറാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അത് ആറാൻ വെച്ചതിൻ്റെ സമയത്ത് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. ബാക്കി പരിപാടികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മളുടെ ജിം ബാഗ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ചയെ പോയിട്ട് പിന്നെ ചൊവ്വാഴ്ചയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടവല്, സോക്സ്, വാട്ടർ ബോട്ടിൽ എല്ലാം റീപ്ലേസ് ചെയ്ത് റീഫിൽ ചെയ്ത് എല്ലാം സെറ്റാക്കി ജിം ബാക്കി സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്തേ. അതിനുശേഷം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഇട്ടിട്ട് പോകുന്നതെല്ലാം പുതിയ ഡ്രസ്സാണ് കേട്ടോ. അതായത് ഞാൻ നമ്മൾ സൂംബയുടെ ചെയ്യുമ്പോഴത്തേക്കും മിററിൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി സൂംബയ്ക്ക് എപ്പോഴും നല്ല 3/4 ആയിട്ടുള്ള ലെഗിങ്സാണ് നല്ലതെന്ന് മനസ്സിലായി. അപ്പോൾ ഞാനൊരു ക്രോപ്പ് ടോപ്പും ഒരു 3/4 ലെഗിങ്സും പിന്നെ പുതിയൊരു ജാക്കറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് തിരിച്ചു വരുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് പൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയ ജാക്കറ്റ് മൊത്തത്തിൽ നമ്മൾ പുതിയ ഉടുപ്പിട്ടിട്ടാണ് കേട്ടോ നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ. നമ്മൾ ലിറ്ററലി സ്വെറ്റ് ചെയ്യും. രാത്രിയൊക്കെ ഇപ്പോൾ കിടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ റെഡി ആവുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ റാഗി ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് എൻ്റെ ബേസിക് സ്കിൻ കെയർ ഒന്ന് ചെയ്തതിന് ശേഷം ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ജാക്കറ്റ് കൊള്ളാമോ എന്ന് പറയണേ. അപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയതിന് ശേഷം എൻ്റെ ബാഗ് ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങിയത് 6:40 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു 10 മിനിറ്റ് ഉള്ളൂ നമ്മളുടെ ജിമ്മിലേക്ക്. അങ്ങനെ ഞാൻ എൻ്റെ സ്കൂട്ടർ എടുത്തിട്ട് ഞാൻ നേരെ ജിമ്മിലേക്ക് പോവാണ് കേട്ടോ. ജിമ്മിൽ ഇപ്പോഴും ലിഫ്റ്റ് വന്നിട്ടില്ലാത്തത് കൊണ്ട് ഈ ചാടിയോടി തന്നെ കയറിയേ പറ്റുള്ളൂ. അതാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. 3ാമത്തെ നില വരെ എന്നും കയറുക ഇറങ്ങുക, ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അതും ഒരു വാമപ്പ് പോലെയൊക്കെ തന്നെയാണ്. അതിനുശേഷം ഞാൻ വന്നിട്ട് സോക്സ് ഷൂ ഇട്ടു. ആൻഡ് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടാണ് മുടി കെട്ടണത്. അപ്പോൾ അത് ഇങ്ങനെ മുടിയൊക്കെ കെട്ടി സൂംബയ്ക്കാണ് ഈ ഒരു ഹെയർ ബാൻഡ് ഇടുന്നത്. ഓക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഈ രാവിലത്തെ സൂംബയിൽ വരാമെന്ന് വിചാരിച്ചത്. പിന്നെ അവിടെ വന്നതിന് ശേഷം വേറെ നമുക്ക് പരിചയത്തെ കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാമിൻ്റെ കൂടെ ഭയങ്കര പൊരിഞ്ഞ വർക്കൗട്ട് ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഈവനിങ് സൂംബയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഈവനിങ് സൂംബിൻ്റെ അകത്ത് സൗത്ത് ഇന്ത്യൻ സോങ്സും നല്ല ഡപ്പാങ്കുത്ത് പാട്ടൊക്കെ ഇടും, എല്ലാ ഹിന്ദി പാട്ടോടും ഇംഗ്ലീഷ് ഇടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയതുകൊണ്ട് നമുക്ക് നല്ല രസമാണ് വൈകുന്നേരം. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട് വരുന്നതിൻ്റെ ബാക്കിൽ ഹാർട്ട് ഷേപ്പിൽ സ്പെറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എങ്ങനെ അത് ഉണ്ടായെന്ന് എനിക്കറിയില്ല. മേ ബി എനിക്ക് വർക്കൗട്ട് കുറച്ച് ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ അവിടുന്ന് നമ്മൾ ഷൂസൊക്കെ മാറി ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് പോകാൻ കേട്ടോ. എൻ്റെ ഫ്രണ്ടിന് ടാറ്റയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവാണേ. 8:30 ആയപ്പോഴത്തേക്കും നമ്മുടെ വർക്കൗട്ട് മുഴുവൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആരുടെ ഒച്ചാനൊക്കെ ഒന്നും കാണുന്നില്ല. ഉണ്ണിക്കുട്ടി പയ്യെ എണീറ്റിട്ട് സോഫയിൽ വന്ന് ഇരിപ്പുണ്ട്, വെറുതെ അലസലമായിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് നേരം കൊഞ്ചി കുറച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് ചന്തിലൊക്കെ അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് പോയി. വാവ ഉറക്കുമായിരുന്നു. അപ്പോൾ ഏട്ടൻ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേർത്തിട്ട് പോയി കെട്ടിപ്പിടിച്ച് എനിക്ക് നല്ല ചീത്തയും കിട്ടി. പക്ഷേ അത് സാരമില്ല, അവരൊക്കെ അതൊക്കെ ടോളറേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. അതിനുശേഷം ഞാൻ കുളിക്കാൻ വേണ്ടി കയറിയിട്ടോ. ബിക്കോസ് നല്ല വേർത്ത് ഡ്രിപ്പിംഗ് വേർക്കും. നമ്മൾ സൂംബയ്ക്ക് സൂംബല്ല എന്ത് വർക്കൗട്ട് ചെയ്താലും നമ്മൾ അത്രയും വേർക്കും. ഞാൻ കുളിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി ഇവിടെ കിടക്കലാണ് ബെഡിൽ. അപ്പോൾ എണീക്കാത്ത സ്ഥിതിക്ക് ആ സമയത്ത് എൻ്റെ സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നത് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ബ്രീഫായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കിൻ നല്ല പ്ലംപി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുക. ചൂടും കൂടിയാണ്, 2-3 ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കുക കേട്ടോ. സോ അതാണ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ പ്രൈമറി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ഇപ്പോൾ വർക്കൗട്ട്
ചെയ്ത് വന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഇപ്പോൾ വന്നിട്ട് നമ്മളുടെ സ്കിൻ കെയർ റുട്ടീനിലേക്ക് ഗ്ലൈക്കോളിക് റേഞ്ച് ആഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് ലോറിയൽ പാരിസിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് ഐ സീറം ആൻഡ് ഓൾസോ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് സീറം. ഓക്കെ, 2 പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഈ 2 പ്രൊഡക്റ്റും നല്ല റിവ്യൂ ഉള്ളതും ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ട് എൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുമായിട്ടുള്ള 2 അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ലോറിയൽ പാരിസിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് സീറത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വർക്ക് സ്ട്രെസ് കാരണവും സ്ലീപ്ലെസ്നെസ് കാരണം നമ്മൾ മെജോറിറ്റി ആൾക്കാരും ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നമായിരിക്കും ഡാർക്ക് സർക്കിൾസ് വരിക അല്ലേ. അത് നന്നായിട്ടൊരു കൺട്രോളിൽ കൊണ്ടുവരാനും അത് കുറയ്ക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ഗ്ലൈക്കോളിക് ബ്രൈറ്റ് സീറം. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ വന്നിട്ട് ഗ്ലൈക്കോളിക് ആസിഡാണ്. അത് നമ്മളുടെ എന്താ പറയുക മെലാനിൻ കുറയ്ക്കാനും പിഗ്മെൻറ്റേഷനും അൺഈവൻ സ്കിൻ ടോൺ കറക്റ്റ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓൾസോ ഇതിൻ്റെ ട്രിപ്പിൾ ആപ്ലിക്കേറ്റർ ആണ്, നമുക്ക് നന്നായിട്ട് ഈസി ആപ്ലിക്കേഷനാണ്. ഇത് റെഗുലർലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 2 വീക്സിനുള്ളിൽ നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ചോദിച്ചിട്ട് ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. അത്രയും നല്ല ഒരു പ്രൊഡക്റ്റാണ്. അല്ലാണ്ട് നമ്മൾ ഒത്തിരി ആൾക്കാർ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി റിവ്യൂ ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കണ്ണിൻ്റെ അടിയിൽ ആ ആപ്ലിക്കേറ്റർ വെച്ചിട്ട് ആ ആപ്ലിക്കേറ്റർ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ വരുമ്പോൾ തന്നെ ഭയങ്കര സുഖമാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഗ്ലൈക്കോളിക് ബ്രൈറ്റ് സീറം. അത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിലേക്ക് ആഡ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഇഷ്യൂസ് കാരണം ഓവർ എക്സ്പോഷർ ഓഫ് സണ്ണ് കാരണം നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മിക്ക ദിവസവും പുറത്ത് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ സ്ലൈറ്റ് ആയിട്ടെങ്കിൽ പിഗ്മെൻറ്റേഷനും ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മളിത് യൂസ് ചെയ്താൽ അടിപൊളിയാണ്. ഞാൻ ഇത് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 1% ഗ്ലൈക്കോളിക് ആസിഡാണുള്ളത്. അത് നമ്മുടെ സ്കിന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീനിലേക്ക് ആഡ് ചെയ്യുന്നത് വളരെ സൂപ്പർ സേഫ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഓൾസോ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നല്ലൊരു ബ്രൈറ്റർ ഗ്ലോ തരാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കുറച്ച് ഫ്യൂ ഡ്രോപ്സ് എടുത്തതിന് ശേഷം നമ്മൾ സ്കിന്നിലേക്ക് നന്നായിട്ട് ഡാബ് ചെയ്യുക. ആപ്ലിക്കേറ്ററിൽ നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ ഫേസിലേക്ക് ടച്ച് ചെയ്തിട്ട് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതുണ്ട് ഇതുപോലെ നമ്മൾ സീറമായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷൻ ഒരു ഇഷ്യൂ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാന്നുള്ള ഒരു കിടിലം നല്ല എഫക്റ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ലോറിയൽ പാരിസിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് സീറം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ നമ്മുടെ സ്കിൻ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഒരു ഗ്ലോയി ആൻഡ് നല്ലൊരു ഗ്ലോ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ടും അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിന് മാറാൻ വേണ്ടിയിട്ടും ഈ 2 പ്രൊഡക്ട്സ് മസ്റ്റ് ഹാവ് എന്ന് തന്നെ ഞാൻ പറയും. അത്ര നല്ല പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രൊഡക്ട്സ് എന്തായാലും വീഡിയോയുടെ അടിയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എന്തായാലും എക്സൈറ്റിംഗ് ഓഫേഴ്സ് ലോറിയൽ പാരിസിൻ്റെ സ്കിൻ കെയർ റേഞ്ചിൽ മൊത്തം നടക്കുന്നുണ്ട്. സോ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്ത പ്രൊഡക്ട്സ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറന്നുകൊണ്ടാ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ റൊട്ടീന് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. കണ്ടോ സ്കിൻ നല്ല അടിപൊളിയായിട്ടും ക്ലിയർ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അല്ലേ. അപ്പോൾ എന്തായാലും പ്രൊഡക്ട്സ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറന്നുകൊണ്ട് അതിനുശേഷം ഉണ്ണിക്കുട്ടി ബ്രഷ് ചെയ്യാൻ വേണ്ടി ടൈമായി. ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞപ്പോൾ അവൻ ആരെങ്കിലും ബ്രഷ് ചെയ്യുന്ന സമയത്ത് അവിടെ കൂട്ട് നിൽക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഇടയ്ക്കിടെ വർത്താനം പറയും, അതിൽ കൂടിയൊക്കെ നടക്കും. അപ്പോൾ അതിനൊക്കെ നമ്മളൊരാളവിടെ കൂട്ട് വേണം. അപ്പോൾ ഞാനവിടെ അതിന് വേണ്ടി പല്ല് കേൾക്കാൻ വേണ്ടി കൂട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ റൂമിലേക്ക് അവൻ്റെ പല്ല് കേൾക്കലൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ ദേ ഉണ്ണിക്കുട്ടി വാവ എണീറ്റുന്നുണ്ട്. അവനെയും കൊണ്ടുവന്നു. ഒരു കണക്കിന് വലിച്ചു പൊക്കി കൊണ്ടുവരും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും കൂടെ ഇടയ്ക്ക് ഭയങ്കര കളിയൊക്കെയാണ്. അപ്പോൾ വാവയ്ക്ക് എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അമ്മ ഞങ്ങൾ രണ്ടുപേരും ആരെങ്കിലും ഒരാളെ കണ്ടേ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് കൊഞ്ചണം, പിന്നെ ഓടുക്കണം, കൊണ്ടു കിടക്കണം, അങ്ങനെ കുറേ കൊഞ്ചലുണ്ട്. ഉണ്ണിക്കുട്ടി ഇതുപോലെ തന്നെയായിരുന്നു. ഉണ്ണിക്കുട്ടിനെ പണ്ട് മുതലേ എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം ഞാൻ എങ്ങനെയാണ് അവനെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കണമെന്ന്. ഓർമ്മയുണ്ടുള്ള ഒരു കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അവളെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയമായില്ലേ. ബ്രേക്ക്ഫാസ്റ്റ് വല്ലപ്പോഴൊക്കെ നേരത്തെ കഴിക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി വൈകിയാണല്ലോ കഴിക്കാറുള്ളത്. അപ്പോൾ രാവിലെ അവൻ എണീറ്റ് വന്ന് പല്ല് തേച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ റൂട്ടീനിലേക്ക് കടന്നു നിന്നിട്ടുണ്ട്. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് TV കാണലാണ് പരിപാടി. അതിൻ്റെ ഇടയിൽ കൂടി ബുക്സ് വായിക്കുന്നുണ്ട്. പിന്നെ അവന് ഫുട്ബോൾ കോച്ചിങ് ഉണ്ട് വൈകുന്നേരങ്ങളിൽ. അപ്പോൾ അതിന് പോവും. അങ്ങനെ അങ്ങ് പോകും കേട്ടോ. പിന്നെ അവളുടെ മുടിയൊക്കെ കാപ്പിരി മാതിരിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മുടി ഒന്ന് കെട്ടിയതിന് ശേഷം ബ്രഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. യൂഷ്വലി ബ്രഷ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ടൈം എടുക്കും. ഇപ്പോൾ എൻ്റെ കൂടെ വാഷ്റൂമിൽ നിന്നിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കണ്ണാടി നോക്കി പല്ലേക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നേരത്തേക്കാളും മച്ച് ഫാർ മോർ ബെറ്റർ ആയിട്ടുണ്ട് പല്ലേക്കല്ലേ. നമുക്കവിടെ കൂടെ നിന്ന് ഭ്രാന്ത് പിടിക്കും, കളിക്കും, വർത്തമാനം പറയും, അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പല്ല് ഏപ്പലിന് കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ആളെ ഒന്ന് ഫ്രഷ് ആക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മൂഡ് പോവാതിരിക്കല് രാവിലെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഞാൻ അങ്ങോട്ട് ഉണ്ണിക്കുട്ടിയുടെ കൂടെ കളിക്കാൻ വിട്ടതിന് ശേഷം ഞാൻ ബെഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു. ബെഡ്ഷീറ്റ്സൊക്കെ നന്നായിട്ടൊന്ന് മടക്കി. ഈ അപ്പനും മോളും ഈ ചൂടത്ത് വരെ ഇവിടെ ബ്ലാങ്കറ്റ് ഇട്ടാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ പുതയ്ക്കാറേ ഇല്ലെന്നുള്ളതാണ് സത്യം. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഈ ചൂടത്ത് ഇവർ തൊട്ട് നോക്കുമ്പോൾ ഇവർ വേറെ തൊലിച്ച് കിടക്കണേക്കും. എന്നാലും ഒരു ബ്ലാങ്കറ്റ് ഇട്ട് പുതച്ച് മാത്രമേ കിടക്കുള്ളൂ. ഇത് എന്ത് ജന്മങ്ങളാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ ഉണ്ണിക്കുട്ടിക്കും നമുക്ക് വെള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് 2 ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് കൊഴുക്കട്ടയാണ് കേട്ടോ. പക്ഷേ ഉണ്ണിക്കുട്ടി കൊഴുക്കട്ട ഒന്നും കഴിക്കില്ലാത്തതുകൊണ്ട് അവന് സാൻഡ്വിച്ച് ആക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് ബ്രെഡ് സാൻഡ്വിച്ച് നോർമൽ. അപ്പോൾ
വാവ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അപ്പോൾ അവളെ ഞാൻ ആദ്യം ഹൈ ചെയറിൽ കൊണ്ടിരുത്തി. അപ്പോൾ അമ്മ പറഞ്ഞു അവൾക്കൊരു ബൗളിൽ കുറച്ച് കൊഴുക്കട്ട ഇട്ട് കൊടുക്കും, അവൾ കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്പൂണും ബൗളും ഒക്കെ ഇട്ട് അവൾക്ക് കൊണ്ട് കൊടുത്തു. വീഡിയോ എടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആദ്യത്തെ 2 സ്പൂൺ കഴിച്ചിട്ട് ഭയങ്കര അടിപൊളിയെന്നൊക്കെ പറഞ്ഞിട്ട് തംസ് അപ്പ് ഒക്കെ കാണിച്ച് ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇട്ട് വീഡിയോ ഓഫ് ആക്കിയതും എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിച്ചില്ല കേട്ടോ. അതാണ് അതിനേക്കാൾ വലിയ കോമഡി. ഇത് ഉണ്ണിക്കുട്ടിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അവൻ്റെ സാൻഡ്വിച്ച് റെഡിയാണ്. അപ്പോൾ അവനവിടെ ടി വിൻ്റെ അവിടെ ഇരുന്ന് അവനത് കഴിച്ചോളും. നമ്മളെല്ലാവരും ടേബിളിരുന്ന് കഴിച്ചാലും ആ മരുമാക്കന് മാത്രം വരത്തില്ല കേട്ടോ. അവൻ അവിടെ ടി വി ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് അവിടെ നിന്ന് കഴിക്കുള്ളൂ. പിന്നെ വെക്കേഷനല്ലേ, കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ കൊഴുക്കട്ട കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഇതാണ് നമ്മളുടെ കൊഴുക്കട്ട കേട്ടോ, തേങ്ങാപ്പാലൊക്കെ ഇട്ട കൊഴുക്കട്ടയാണ്. ഇഷ്ടമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമാണ്, വലിയ ഇഷ്ടക്കുറവൊന്നുമില്ല. എന്നാലും ചില സമയത്ത് അങ്ങോട്ട് ഇത്തിരി പാടാം. ഞാൻ ചില ദിവസം നമ്മൾ യൂഷ്വലി പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യേണ്ട പഞ്ചസാര ഇടാണ്ടൊന്ന് കഴിച്ചു നോക്കാമെന്ന് ചോദിച്ചു. പക്ഷേ അത് കുറച്ച് അധികം കഠിനമായിട്ട് തോന്നിയോണ്ട് ഞാൻ പഞ്ചസാര ഇട്ടു. അതിനിടെ ഞാൻ പറഞ്ഞില്ലേ, വാവ കൊഴുക്കട്ട തീറ്റയൊക്കെ നിർത്തി. പിന്നെ അവൾക്ക് റാഗി കുറുക്കാക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എല്ലാ ദിവസവും നടക്കാൻ വേണ്ടി പോകും നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ് ചുറ്റും തന്നെ. അപ്പോൾ അമ്മ നടക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ വാവിനെ ഫീഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയ സമയമാണ്. അമ്മ പോയി വന്നതിന് ശേഷം എനിക്കിന്ന് സ്റ്റുഡിയോ പോകാനുള്ള ദിവസമാണ്. കുറച്ച് ഷൂട്ട് ചെയ്യാനുണ്ട്. ബിക്കോസ് സ്കിന്നിൻ്റെ അപ്പോയിൻമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒത്തിരി വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സാധനങ്ങളും കൂടി ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. സ്റ്റുഡിയോയിൽ പോയി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ കൊടുക്കാൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ ചിക്പേട്ടിൽ നിന്ന് വാങ്ങിച്ച മെറ്റീരിയലാണ്. അപ്പോൾ അമ്മയ്ക്ക് കുർത്തി അടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സാധനങ്ങളും എൻ്റെ സ്കൂട്ടറിൻ്റെയും സ്റ്റുഡിയോൻ്റെ താക്കോലൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോഴാണ് വാവ ഉമ്മ തരാൻ വേണ്ടി വന്നത്. ഉമ്മ തരണതിൻ്റെ കൂടെ അമ്മ പറഞ്ഞു ചക്ക കിട്ടുമെങ്കിൽ ചക്കയും കൂടി വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ട് അതിനൊരു കവറും കൂടിയായിട്ട് ഇപ്പോൾ ഒരു വരവുണ്ട്. ഇത് കണ്ടോ, കവറിന് വേണ്ടിയിട്ട് കവറുമായിട്ട് പുള്ളിക്കാരത്തി വന്നു. അപ്പോൾ അങ്ങനെ അമ്മയ്ക്കും വാവയ്ക്കും ഉണ്ണിക്കുട്ടിക്കൊക്കെ ടാറ്റ പറഞ്ഞ് ഞാൻ സ്റ്റുഡിയോയിലെത്തി. സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഞാൻ എത്ര മണിക്ക് എത്തിയെന്ന് അറിയാം, ഒരു 11 മണി കഴിഞ്ഞിട്ടാണ് എത്തിയത്. നമുക്ക് വളരെ ടൈം കുറവാണ്. എനിക്ക് 2 വീഡിയോസ് മാത്രമേ എടുക്കാനുള്ളൂ. അപ്പോൾ പടപടയെന്ന് നമ്മൾ വേഗം സെറ്റ് ചെയ്യണം. യൂഷ്വലി ഞാൻ സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ അവരെ വെറുതെ ഇരുന്ന് കുറച്ച് നേരം ചിന്തിക്കും കേട്ടോ, എന്തൊക്കെയാണെന്ന് ഷൂട്ട് ചെയ്യണം, അങ്ങനെ പ്ലാൻ ചെയ്യും. കുറച്ച് നേരം റിലാക്സ് ചെയ്ത് നിന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇന്ന് എനിക്ക് അതിനുള്ള സമയമില്ല. ബിക്കോസ് എനിക്ക് വൈകുന്നേരം പോകാനുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെന്നതും നമ്മളുടെ ക്യാമറയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ലൈറ്റ് എല്ലാം ഓണാക്കി അങ്ങനെ കുറച്ച് നമ്മുടെ മെയിൻ സംഭവങ്ങളിലേക്ക് കടന്നു. അതിനുശേഷം ചെയറൊക്കെ ഇട്ട് റെഡിയാക്കി. പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഇട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി സ്കിൻ കെയർ അടിപൊളിയായിട്ട് ചെയ്തേക്കാനുണ്ട്. സ്കിൻ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി പ്രൈമർ ഇട്ട് മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു സാരി ഡ്രേപ്പിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ അതെ സാരിയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ല രസമില്ല. അപ്പോൾ ഈ സാരിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൂ. എന്തായാലും അതിൻ്റെ ഷോർട്സും വീഡിയോസൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സാരി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. അപ്പോൾ അതിൻ്റെ ഡ്രേപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സാരിയൊക്കെ എടുത്ത് ഞാൻ പാട്ടൊക്കെ വെച്ച് ആണ് ഞാൻ യൂഷ്വലി ഷൂട്ട് ചെയ്യാറ്. ഷോർട്സ് കണ്ടന്റ് ആണെങ്കിൽ, ലോങ് വീഡിയോ ആണെങ്കിൽ നമുക്കത് പറ്റില്ലല്ലോ. അപ്പോൾ പാട്ടൊക്കെ വെച്ച് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഡാൻസ് കളിക്കാനുള്ള മൂടാവും. അപ്പോൾ ഞാൻ കുറച്ച് ഡാൻസ് കളിക്കും. അങ്ങനെ ചിലപ്പോൾ ഞാൻ അവിടെ കുറച്ച് സ്റ്റോറിയൊക്കെ ഇടും. അങ്ങനെ മൊത്തം ഒരു എൻജോയ്മെൻറ്റിലാണ് ഞാൻ അവിടെ നിന്ന് പോരാറുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള പരിപാടിയാണ് ഇപ്പോഴും കോണ്ടന്റ് ക്രിയേഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജൂൺ ആകുമ്പോഴത്തേക്കും 7 കൊല്ലം കേട്ടോ യൂട്യൂബ് എന്നൊരു പ്രൊഫഷണലായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. സ്റ്റിൽ ഐ എം എൻജോയിങ് ടു ദ ഫുള്ളസ്റ്റ് എന്ന് പറയൂലേ, അതിൻ്റെ സന്തോഷമാണ്. വേണമെങ്കിൽ ഞാനൊരു ഫുൾ ഡേ ഇരുന്ന് വേണമെങ്കിൽ എടുത്ത് സ്റ്റുഡിയോയിൽ നിന്ന് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യും കേട്ടോ. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു ജോബാണിത്. അപ്പോൾ അങ്ങനെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്യാനുള്ള സാധനങ്ങളും അതുപോലെ തന്നെ എനിക്ക് ബ്ലൗസിന് കോൺട്രാസ്റ്റ് ബ്ലൗസ് മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാരി ആൻഡ് ഓൾസോ ഈ ഒരു സാരി പിന്നെ വേറൊരു റെഡ് സാരി, ഇങ്ങനെ 3 സാരിക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഞാനൊരു കടയിൽ പോയിട്ട് അത് അവിടെ എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പറ്റിയ ഏകദേശം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസസ് ഞാൻ അവിടെ നിന്ന് എടുത്തു. ഇന്ന് മെറ്റീരിയലിന് എല്ലാം കൂടി 600 സംതിങ് രൂപയായിട്ടോ. ഈ ബ്ലാക്കിനും ആ ഓഫ് വൈറ്റിനും ഒക്കെ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം വരണ വഴിയാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടത്. എന്താണെന്ന് വെച്ചാൽ പനനൊങ്ക്. നിങ്ങളുടെയൊക്കെ അവിടെ പനനൊങ്ക് എന്നാണോ ഇതിനെ പറയാറ്? ഇതെനിക്ക് വളരെ ഇമോഷണൽ കണക്ഷനുള്ളൊരു സാധനമാണ്. ബിക്കോസ് എൻ്റെ അച്ഛൻ എല്ലാ സമ്മറിലും എല്ലാ ദിവസവും എനിക്കിത് വാങ്ങിക്കൊണ്ട് വരാറുണ്ട് കേട്ടോ. അച്ഛൻ പോയി കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്കിത് വാങ്ങിക്കാൻ തോന്നാറില്ല. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, ആ കടയുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഞാൻ അറിയാണ്ട് വണ്ടി നിർത്തിപ്പോയി. മേ ബി അച്ഛൻ തോന്നിച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് എനിക്കിത് എപ്പോൾ കണ്ടാലും അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞത് ഒരു ഓർമ്മ ഉള്ളതുകൊണ്ട്, അച്ഛൻ എനിക്കിപ്പോൾ വാങ്ങിച്ചുകൊണ്ട് തരാനില്ലാത്തത് കൊണ്ട് എനിക്ക് വാങ്ങാൻ തോന്നാറില്ല കേട്ടോ. പക്ഷേ ഇത് ഞാൻ വാങ്ങി, എന്തോ അച്ഛൻ പറഞ്ഞിട്ട് വാങ്ങിച്ച പോലെ എനിക്ക് തോന്നി. അതിനുശേഷം എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണ സെൻറ്റർ. അപ്പോൾ കുറേ സാധനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ.
സൽവാർ, കുർത്ത, ബ്ലൗസ്, അങ്ങനെ ഒരു കൊട്ടപ്പടി സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പാറ്റേൺസും അതിൻ്റെ മെറ്റീരിയലും എല്ലാം കൊണ്ട് കൊടുത്തു. അപ്പോൾ തൽക്കാലത്തേക്കുള്ള ഏർജൻറ്റ് സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ ഇവിടെയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ചേട്ടൻ നന്നായിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ചേട്ടന് എനിക്ക് ഒരു 6-7 സാധനങ്ങളുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മളുടെ ബില്ലൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ തിരിച്ച് വണ്ടി ഓടിച്ച് വീട്ടിലെത്തി. നല്ല വെയിലായിരുന്നു. നല്ല വെയിലത്താണ് ഇതിനൊക്കെ ഓടിയതിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആകെ എക്സോസ്റ്റഡ് ആയി. എനിക്ക് അതായത് വെയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മുന്നിക്കൂടി കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ടി വി കണ്ടോണ്ടിരിക്കുന്നത്. അവൻ കളിക്കാനൊക്കെ പോയി എൻ്റെ ഇടയിൽ. അപ്പോൾ അമ്മ വാവയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ബിക്കോസ് ഞാൻ 2 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചെത്തിയത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ഫേസ് നന്നായിട്ടൊന്ന് തണുത്ത വെള്ളം വെച്ച് മുഖം നന്നായിട്ട് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് കഴുകുക ചെയ്തത്. അപ്പോഴാണ് എനിക്കൊരു ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫീലിംഗ് കിട്ടിയത്. ബിക്കോസ് ഭയങ്കര വെയിലാണ്. പൊള്ളണ വെയിൽ കാരണം ഉണ്ടല്ലോ ആകെ തലയൊക്കെ വന്നിച്ചു എനിക്ക് വെയിലത്തോട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുഖമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഒരു ജീവൻ കിട്ടിയൊരു എഫക്റ്റ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മുടെ നെക്സ്റ്റ് പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശത്ത് നല്ല പോലെ കരിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്ക് ചോറുണ്ണാം. ചോറിൻ്റെ കൂടെ മീൻ കറിയും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മുരിങ്ങാക്കോൾ തീയലും ആൻഡ് ഓൾസോ ചെമ്മീൻ വറുത്തതുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ യമ്മി ആയിട്ടുള്ള ലഞ്ച്. അപ്പോൾ വാവ ഇതിനെ കുറേ നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളുടെ കഴിക്കലും കൊണ്ട് നടക്കും. അല്ലാണ്ട് അവൾക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോയി ചിലപ്പോൾ 3-3:30 അപ്പോൾ അതുകൊണ്ട് ഞാനും അമ്മയും അതിൻ്റെ വാവയ്ക്ക് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ പാരലലി നമ്മളും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മേൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എല്ലാ വർക്കും തീർന്നു. അങ്ങനെയുള്ള കൊച്ചു വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ പിങ്കിച്ചെടുത്ത് സംസാരിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി. അപ്പോൾ ഞാനോർത്ത് ഈ പനന്നൊങ്ക് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പനന്നൊങ്കിൻ്റെ അതിൻ്റെ എന്താ പറയുക എൻ്റെ മേളിലത്തെ ഔട്ടർ സാധനം അത് കളയണമല്ലോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വാവയ്ക്ക് മൊത്തം ഡൗട്ടാണ് ഇതെന്താ സാധനം. അപ്പോൾ അവനോട് ഞാൻ അത് ക്ലീൻ ചെയ്ത് കഴുകി തരാമെന്ന് പറഞ്ഞിട്ട് അവനൊരു കണക്കിനെ അടുക്കി പിടിച്ച് അവിടെ ഇരുത്തിയേക്കുമായിരുന്നേ. അപ്പോൾ അങ്ങനെ അത് ക്ലീൻ ചെയ്യാണ്. അച്ഛൻ ഞങ്ങൾ കൊച്ചിലെ ആയിരുന്ന സമയത്ത് ഒത്തിരി വാങ്ങിച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ഞാനും അമ്മയും മാത്രം കഴിക്കലൂ, കിരണും പിള്ളേരും കഴിക്കത്തില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഇതിനായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അച്ഛൻ പോയതിന് ശേഷം സത്യം പറഞ്ഞാൽ കഴിക്കാൻ തോന്നാറില്ല കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ സമ്മറിലൊന്നും ഞാൻ വാങ്ങിയില്ല, എനിക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെയാണ് എനിക്ക് പനന്നൊങ്ക് ഇരിക്കുന്നത്. പിന്നെ ഇത് ഞാനും അമ്മയും കൂടി കഴിച്ചു. വാവയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അത് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇത് ഈ സാധനം വാങ്ങിക്കുമ്പോൾ എനിക്ക് കണ്ണിൽ നിന്ന് വല്ലാണ്ട് നമുക്ക് സങ്കടം വരും. അതാണ് സത്യം. അപ്പോൾ അങ്ങനെ ഒരു നല്ല ടേസ്റ്റാണ്. പണ്ട് ഭയങ്കര ടേസ്റ്റോടെ നമ്മൾ കഴിച്ച സാധനം. പക്ഷേ ഇപ്പോൾ നമുക്കതൊരു സെൻറ്റിമെൻ്റൽ ഒരു ഇതാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അതിനുശേഷം ഞാൻ വാവിനെ കൊണ്ടുകിടത്തി ഉറക്കി. എനിക്ക് വീണ്ടും വൈകുന്നേരം പുറത്ത് പോകാനുള്ളത് കൊണ്ട് ഞാൻ വാവിനെ ആദ്യം ഉറക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പയ്യെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ എനിക്കൊന്ന് കുറച്ചൊരു 3-3:30 ആയപ്പോഴാണ് ഉറങ്ങിയത്. അപ്പോൾ എനിക്കൊന്ന് റിഫ്രഷ്ഡ് ആണ്. ബിക്കോസ് എനിക്ക് 3:45 എനിക്ക് വീട്ടിൽ നിന്ന് പോകാനുള്ളതാണ് പുറത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഞാനൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ കോഫിയൊക്കെ ഒരു കോൾഡ് കോഫിയൊക്കെ കുടിച്ച് ഇരുന്നിട്ട് നമ്മളൊന്ന് ഇറങ്ങുമ്പോൾ നല്ല സുഖമല്ലേ. അപ്പോൾ ഒന്ന് റിഫ്രഷ്ഡ് ആവും, ആ ഉറക്കപ്പിച്ചൊക്കെ ഒന്ന് മാറും ഈവണ്ടോ ഞാൻ ഉറങ്ങിയില്ലെങ്കിലും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾ എൻജോയ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ഇങ്ങനത്തെ വ്ളോഗ് ഇഷ്ടമാണോ ഇല്ലെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. സംസാരിക്കാണ്ട് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട്. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.